അപ്പോൾ നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ മത്സരം. ഹൈദരാബാദ് FC ആണ് എതിരാളികൾ. നിങ്ങൾ ഗൂഗിളിൽ ഹൈദരാബാദ് FC എന്ന് അടിച്ചാൽ കിട്ടൂല, കാരണം പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളി എങ്ങനെ കാണാമെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഒരു ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടനെ എനേബിൾ ചെയ്യുക. നമ്മൾ മാച്ചിൻ്റെ തലേന്ന് ആ ഒരു മാച്ചിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട് കമ്മ്യൂണിറ്റി ടാബിലൂടെ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു മാച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കുറച്ചും കൂടി ഒരു കടുത്തരായ എതിരാളികൾ തന്നെ പറയാൻ സാധിക്കും. കാരണം എന്താ പറയുക, കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച രാജസ്ഥാൻ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പുതിയ പ്ലേയേഴ്സാണ്, ഇന്ത്യൻ പ്ലേയേഴ്സ്, യുവതാരങ്ങളായിരുന്നു. പക്ഷേ ഈ ഒരു ടീമിൽ നിങ്ങൾക്ക് 2 വിദേശ താരങ്ങളെ കാണാൻ സാധിക്കും. ആരാണ് ആ 2 വിദേശ താരങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിബേറയുണ്ട്, അതേപോലെ തന്നെ റാഫേൽ എന്ന് പറഞ്ഞിട്ടുള്ള 2 പ്ലേയേഴ്സാണ്. ഇന്ത്യൻ പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ ആയുഷ് അധികാരി, അങ്ങനത്തെ ഒരുപാട് പ്ലേയേഴ്സ്, നല്ലൊരു സ്ക്വാഡാണ് ഒരു ഡൽഹി എഫ്സിയുടെ സ്ക്വാഡ് എന്ന് പറയുന്നത്. ഈ ഒരു മാച്ചിൻ്റെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട താരമായിട്ടുള്ള സെൻറ്റർ ബാക്ക് തിയാഗോ ആൽവസ് കളിക്കില്ല. കാരണം അദ്ദേഹം ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്, വലിയ സീരിയസും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ആ ഒരു പ്ലെയർ കളിക്കില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് മാത്രമേ ഈ ഒരു മാച്ചിന് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. ഈ ഒരു മാച്ചിൻ്റെ ഗ്രാഫ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എപ്പോഴാണ് ഡൽഹി FC സ്കോർ ചെയ്യുന്നത്, നിങ്ങൾ ആ ഗ്രാഫ് ഒന്ന് നോക്കിയിട്ടുണ്ടോ? അതായത് ഫസ്റ്റത്തെ ഒരു 20 മിനിറ്റ് 25 മിനിറ്റിലാണ് ഒരു എതിർ ടീമിനൊന്ന് ഞെട്ടിക്കും, അതായത് ഗോൾ സ്കോർ ചെയ്തിട്ട്. എന്നിട്ട് കുറച്ച് കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിലേ ആയിട്ട് പോയിട്ട് പെട്ടെന്ന് സെക്കൻഡ് ഹാഫിന് ശേഷം പിന്നെയും ഗോൾ അടിച്ച് ജയിക്കുന്ന ഒരു ഗ്രാഫാണ് നമ്മൾ ഡൽഹി എഫ്സിയുടെ ഗ്രാഫ് അനാലിസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തുടക്കത്തിൽ എതിർ ടീമിനൊന്ന് ഞെട്ടിക്കുക, എന്നിട്ട് ഒന്ന് അയഞ്ഞിട്ട് ഒന്ന് ലാഗാക്കി പോയിട്ട് ലാസ്റ്റ് ഗോൾ അടിച്ച് ജയിക്കുന്ന ഒരു ശൈലി. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രാഫ് നമ്മൾ വിശകലനം ചെയ്തതാണ് കഴിഞ്ഞ മാച്ചിൽ. അതായത് സെക്കൻഡ് ഹാഫ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് അടിക്കുക, 65, 70, 75, 80. കഴിഞ്ഞ മാച്ചിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഡൽഹി എഫ്സിയുടെ ലാസ്റ്റ് 5 മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ 4 തോൽവിയാണ് കേട്ടോ. പക്ഷേ അത് ഈ ഒരു സീസണിലല്ല, കഴിഞ്ഞ സീസണിലാണ്. പക്ഷേ ഇവർ ലാസ്റ്റത്തെ ഒരു മാച്ചിൽ മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് 1-നെതിരെ 4 ഗോളുകൾക്ക്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പേടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊരു പ്രീ സീസൺ മാച്ചായിട്ട് കണക്കൂട്ടിയാൽ മതി. നമ്മളുടെ ടീമിൻ്റെ എഫിഷ്യൻസിയും പ്ലേയേഴ്സിൻ്റെ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു മാച്ച്, അത്രേ നമ്മളിതിനെ കണ്ടാൽ മതി. അല്ലാതെ കൂടുതൽ സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. നമ്മൾ ടീമൊന്ന് സെറ്റാക്കാനുള്ള ഒരു മാച്ചായിട്ട് മാത്രമേ കോച്ച് ഇതിനെ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറങ്ങാമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതായാലും തിയാഗോ ആൽവസ് ഉണ്ടാവില്ല. ഈ ഒരു മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പ് എങ്ങനെയാവും നിങ്ങൾ ഭയങ്കര ആകാംക്ഷയിലും കാര്യങ്ങളൊക്കെ ആവും. കാരണം കഴിഞ്ഞ മാച്ചിൽ പെർഫോമൻസ് മോശമായിരുന്നു. എതിർ ടീമിൽ 10 പ്ലേയേഴ്സ് ഉണ്ടായിട്ടും കൂടി ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു ഫോമിലേക്ക് എത്താൻ സാധിച്ചില്ല. എന്നിരുന്നാലും ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ഗോളിന് ജയിച്ചല്ലോ. പോയിൻസിന് ആണ് പ്രസക്തിയുള്ളൂ. കളി ഇനിയിപ്പോൾ എത്ര നല്ല രീതിയിൽ കളിച്ചാലും എത്ര കളി നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എൻഡ് റിസൾട്ടിന് മാത്രമേ പ്രസക്തിയുള്ളൂ. എന്നിരുന്നാലും ഈ ഒരു മാച്ചിൽ നമ്മളെ കണക്കൂട്ടൽ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ നോഹ സദോദി ബെഞ്ചിലായിരുന്നു. ഈ ഒരു മാച്ചിൽ നോഹ സദോദി ഫസ്റ്റ് ലെവലിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും 4 പ്ലേയേഴ്സ് എന്തായാലും ഫസ്റ്റ് ലെവലിൽ ഉണ്ടാവും. ജുവാൻ റോഡ്രിഗസ്, അഡ്രിയാൻ ലൂണ, നോഹ സദോദി, കോൾഡോ ഒബിയേട്ട. ഈ 4 പ്ലേയേഴ്സ് ഫസ്റ്റ് ലെവലിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പിൽ ഉണ്ടാവും. ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചു എന്തിനാണ് ഡാനിഷ് ഫാറൂഖിനെ ഇറക്കുന്നത്, വേറെ പ്ലേയേഴ്സ് ഇല്ലേ, എന്തിനാണ് ഓനെ ഇറക്കുന്നത് എന്ന്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വേറൊരു ഓപ്ഷൻ ഇല്ല മച്ചന്മാരെ. ആ ഒരു രീതിയിൽ ഇപ്പോൾ നിലവിൽ നല്ലൊരു പ്ലെയർ ഡാനിഷ് ഫാറൂഖ് തന്നെ ഉള്ളൂ.